ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ കൽങ്കടി സിയിൽ കാണിക്കാൻ പോകുന്നത് ഒരു ടോപ്പ് കട്ടിങ് വീഡിയോ ആണ്. അപ്പോൾ നമുക്കിന്ന് വീഡിയോയിലേക്ക് പോവാം. ഷോൾഡർ 7.25 ഫുൾ ഷോൾഡർ 14.5 വരുന്നത്. അതിൻ്റെ പകുതി 7.25 മാർക്ക് ചെയ്യുകയാണ്. അത് തന്നെയാണ് നമ്മൾ താഴത്തോട്ട് ആം ഹോളും അടയാളപ്പെടുത്തുന്നത് 7.25 തന്നെയാണ്. ചെസ്റ്റിൻ്റെ വണ്ണം കറക്റ്റ് വണ്ണം 34 അതിൻ്റെ കൂടെ 4 ഇഞ്ച് കൂട്ടുമ്പോൾ 38 ഇഞ്ചാണ്. 9.5 ആൾക്ക് 38ൻ്റെ 4 ഭാഗം വരുന്നത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്യണം. സീം അലവൻസ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഷേപ്പ് ലെങ്ത്താണ് അടയാളപ്പെടുത്തേണ്ടത്. ഷേപ്പ് ലെങ്ത്ത് 13.5 ഇഞ്ചാണ്. അവിടുത്തെ കറക്റ്റ് വണ്ണം വരുന്നത് 29.5 29.5യുടെ കൂടെ നമ്മൾ 3 ഇഞ്ച് ലൂസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് 8.25 അതിൻ്റെ 4 ഭാഗം കിട്ടുന്നത്. 8.25 1.5 ഇഞ്ച് സീം അലവൻസും കൊടുക്കുന്നുണ്ട്. സ്ലിറ്റിൻ്റെ ലെങ്ത്ത് വരുന്നത് 18.5 ഇഞ്ചാണ് സ്ലിറ്റിൻ്റെ ലെങ്ത്ത് വരുന്നത്. അവിടെ 1 ഇഞ്ച് മാത്രം കേട്ടോ നമ്മൾ ലൂസ് തയ്യൽത്തുമ്പ് കൊടുക്കുന്നുള്ളൂ. സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് സ്ലിറ്റിൻ്റെ വണ്ണം വരുന്നത് നമുക്ക് സ്ലിറ്റ് വിഡ്ത്ത് 19.5 വരുന്നത്. അപ്പോൾ നമ്മൾ 10 കൊടുത്തിട്ടുണ്ട് കേട്ടോ. 20 എന്നുള്ള രീതിയിൽ ഇച്ചിരി വിരിവ് കിട്ടാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ അടിവണ്ണം അതിൻ്റെ 1 ഇഞ്ച് കൂടുതലും കൊടുത്തിട്ടുണ്ട്. സ്ലിറ്റിന് എത്രയാണോ എടുത്തത് അതിൽ നിന്ന് 1-1.5 കൂടുതൽ ഇട്ട് കൊടുക്കാം നമുക്ക് അടിവണ്ണം. ഇനിയും നമ്മുടെ കൈയുടെ വണ്ണമാണ് അളന്ന് നോക്കിയത്. നമുക്ക് 8 ഇഞ്ചാണ് കിട്ടേണ്ടത്. കറക്റ്റായിട്ടാണ് കിട്ടിയേക്കുന്നത്. അതിന് ശേഷം വെട്ടിയെടുക്കാം. ഇത് ഒരു സിൽക്ക് ടൈപ്പ് മെറ്റീരിയൽ തുണി ആയതുകൊണ്ട് ഇങ്ങനത്തെ തുണികളൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു പിൻ ചെയ്ത് കട്ട് ചെയ്യുന്നതായിരിക്കും നമ്മൾ തുടക്കക്കാർക്കൊക്കെ നല്ലത്. കാരണം അല്ലെങ്കിൽ ഇത് തുണി നീങ്ങിപ്പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒത്തിരി വർഷങ്ങളായിട്ട് നമ്മൾ തയ്ച്ചുകൊണ്ടിരിക്കുന്ന കാരണം നമ്മൾ പിൻ ചെയ്തിട്ടില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഉള്ള മെറ്റീരിയലിലൊക്കെ ഒരു മുട്ട് സൂചി കുത്തി സെക്യൂറായിട്ട് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാനൊക്കെ. അതല്ലെങ്കിൽ നമുക്ക് തുണി തികയാതെ വരും. ഇത് വെട്ടിയെടുത്തതിന് ശേഷം നമുക്ക് നല്ല തുണിയിൽ വെച്ച് നല്ല തുണിയിൽ വെട്ടിയ ലൈനിങ് മുകളിൽ വെച്ചിട്ട് വേണം അത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ കുറച്ച് കൂട്ടി കട്ട് ചെയ്തെടുക്കണം. നല്ല തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ തയ്യൽ തുമ്പ് നീങ്ങി നിൽക്കുന്നുണ്ടോ, ലൈനിങ്ങിനേക്കാളും ഒരു 1/2 ഇഞ്ചൊക്കെ കൂട്ടി വേണം നല്ല തുണിയിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട്. എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് തയ്ക്കാൻ തുണി തികയാതെ വരരുത്. അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കൈയാണ് വെട്ടേണ്ടത്. അപ്പോൾ കൈ ഞാൻ വെട്ടി വച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് വീഡിയോയിൽ കിട്ടിയിട്ടില്ല കൈ വെട്ടിയത്. അപ്പോൾ ഇതിന് മുമ്പുള്ള വീഡിയോസിലൊക്കെ നമ്മൾ ഇതിൻ്റെ ഹാൻഡ് വെട്ടുന്ന വീഡിയോസൊക്കെ നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കാണുക. ഇതിന് നമുക്ക് ലെങ്ത്ത് കുറവാണ് കിട്ടുന്നത് കൈക്ക്. അപ്പോൾ നമ്മൾ ഒരു പടി പോലെ ഇങ്ങനെ മടക്കി അടിക്കാൻ പാകത്തിനൊരു പടി പോലെ സെപ്പറേറ്റ് ഒരു പീസാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വെച്ച് വെട്ടിയെടുക്കുകയാണ്. എനിക്ക് ജലദോഷവും പനിയൊക്കെ കാരണം വീഡിയോ കുറേ ദിവസമായിട്ട് ഇടാൻ പറ്റുന്നുണ്ടായില്ല. ഇപ്പോഴും അങ്ങോട്ട് ശരിയാവുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ കൈ നമ്മൾ വെട്ടിയെടുത്തതിന് ശേഷം അതിന് ബാലൻസ് പീസ് അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് നമ്മൾ വെട്ടിയെടുക്കുകയാണ്. നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ ഒത്തിരി വീഡിയോസുകൾ കിടക്കുന്നുണ്ട് കട്ടിങ്ങിൻ്റെയും തയ്യലിൻ്റെയും. അതൊക്കെ കണ്ടിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞു തരാം. മനസ്സിലാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ നമ്മളിത് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പും ഇട്ടിട്ട് വേണം തുണി വെട്ടിയെടുക്കാൻ. കാരണം എടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ടുള്ള തുണിയും കൂടി വെട്ടിയെടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് അതൊക്കെ ലെവൽ ചെയ്ത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ. ടോപ്പിൻ്റെയും പാൻറ്റിൻ്റെയും എല്ലാത്തിൻ്റെയും വീഡിയോസ് ഉണ്ട്. എല്ലാവരും ഒന്ന് കയറി കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്.